സമാധാനമായി. അപ്പൂപ്പ ആ നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ അപ്പൂപ്പൻ പോയിട്ട് കുറെ നേരം ആയല്ലോ. അപ്പൊ അപ്പൂപ്പനെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു. ശരി. അവള് ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ കയറി അപ്പൂപ്പ. പിന്നെ അവൾ ടാറ്റായൊക്കെ വന്നിട്ട് കയറി പോയത്. വൈകുന്നേരം വിളിക്കാന്നുള്ളതൊന്നും പറഞ്ഞു. അയ്യോ, അത് കുഴപ്പമില്ല, വൈകുന്നേരം വിളിക്കാൻ ഞാൻ പൊക്കോളാം. ഒന്നും വേണ്ട. പിന്നെ മോളെ അവൾക്ക് വല്ലപ്പോഴും ഒക്കെ ഐസ്ക്രീമോ മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ബെസ്റ്റ്. അവൾ ആകപ്പാടെ കഴിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ആണ് വീട്ടിലെ ഫുഡ് കഴിക്കണത്. അവള് കൊള്ളാമല്ല ആള്. വരുമ്പോ ഞാൻ ചോദിക്കും. ചോദിച്ചാൽ നിങ്ങളെ തല കാണില്ല. തല പോയാലും ചോദിക്കോടി. എന്ത് ചോദിക്കുന്ന കാര്യമാടാ പറയുന്നത്? എന്ത് ചോദിക്കുന്ന കാര്യം? അത് പടവലത്ത് പാക്കേ വിളവെടുപ്പ് നടത്തിയത് ഉണക്കിയാണോ അതോ പച്ചക്കാണോ കൊടുക്കുന്നതെന്ന് അപ്പൂപ്പിന്റെ അച്ഛനൊരു സംശയം. അപ്പൂപ്പ അവിടെ ഉണക്കിയാണോ കൊടുക്കുന്നത്? ഉണക്കി കൊടുത്തില്ലെങ്കിലേ നഷ്ടമാ. അവിടെ എങ്ങനെയാടാ തപ്പിച്ചോട്ടെ പാക്ക് ഉണക്കിയാണോ അതോ പച്ചക്കാണോ കൊടുക്കുന്നത്? അവിടെ ഉണക്കി പൊടിച്ചു കൊടുക്കും. പൊടിച്ചു കൊടുക്കും? ഇത് മഞ്ഞൾ ഉണക്കി പൊടിച്ചു കൊടുക്കും, പുറത്ത് കൊടുക്കും. മഞ്ഞൾ കൃഷി കൊള്ളാം കേട്ടോ, നഷ്ടം വരത്തില്ല. ഞാൻ ഈ പടവലത്ത് കുറച്ച് മഞ്ഞൾ കേട്ടിട്ടുണ്ട് വീട്ടാവശ്യത്തിന്. അല്ല, ഈ ശ്രീരാജ് അത് മറ്റേ ഈ ചാലിന്റെ കരയിലെ വസ്തുവേ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണോ അല്ലെങ്കിൽ അത് വെറുതെ കിടക്കണമെന്ന് ബാലുവിനൊരു സംശയം. എടാ, അത് വാഴ കൃഷിക്ക് കൊടുത്തിരിക്കുക നമ്മുടെ കാവപ്പാട്ടെ ഹരിക്കേ. അവനിപ്പോ വളർന്നു വരുന്ന കർഷകനാണല്ലോ. അതേ നന്നായി. എനിക്കൊരു കാര്യം ചോദിക്കാം. അത് ചേട്ടൻ ഒരിക്കൽ അവിടെ പണിക്കാരെ നിർത്തിയിട്ട് വെട്ടിക്കളച്ച് കപ്പ കൃഷി നടത്തിയില്ലായിരുന്നോ? നടത്തിയായിരുന്നു. അതൊന്നും പറയണ്ട മോളെ, അത് ആകെ നഷ്ടത്തിലായിരുന്നു. മുടക്കി മുതൽ പോലും കിട്ടിയില്ല. നന്നായി, ഏതായാലും കപ്പ കൃഷി സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പൂപ്പ ഈ പ്രാവശ്യം അപ്പൂപ്പന്റെ ഒപ്പം ഞാനും തിരിച്ചു കൊടുക്കും. ഞാനും വരും. എന്നാ ഞാനും വരും. ഞാനും വരേണ്ടി വരും. അച്ഛൻ വരേണ്ടി വരൂല. അച്ഛൻ വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അത് മാത്രല്ല, അച്ഛൻ സൈറ്റിൽ പോന്നോ അച്ഛാ? എനിക്ക് സൈറ്റിൽ പോണ്ട ഇപ്പൊ. നിങ്ങക്ക് സൈറ്റിൽ പോണോന്ന് പറഞ്ഞതോ? അപ്പൊ പോണില്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ നേരത്തെ പറഞ്ഞതോ? നീ പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ, ഫോണിൽ പറഞ്ഞില്ലേ? അതെ, അച്ഛൻ എന്തായാലും പോണം. അതാ പോയേ പറ്റൂ. പോയാലും ഞാൻ തിരിച്ചു വരുമല്ലോ മാമ. ഞാനേ നീ പോയിട്ട് ഇവിടെ എടുക്ക, ഞാൻ ഇവിടെ തന്നെ കാണും. അത് തന്നെ. അച്ഛൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്. ഞാൻ ഇത്ര കിടക്കട്ടെ പോളെ. എവിടെ കിടക്കാൻ പോണം? സോഫ നിന്റെ അവിടെ കിടക്കണ്ട. സോഫ കിടന്നാ മതി. അവിടെ ഉറങ്ങാൻ പറ്റുന്ന സോഫ കിടന്ന എനിക്ക് ഉറക്കം വരത്തില്ല. എന്റെ റൂമിൽ കിടന്നു. അവിടെ തന്നെ കിടക്കാനാ പോകുന്നത്. ഞാനും വരാം. എന്തിന്? അല്ല, അപ്പൂപ്പൻ ഇത്ര ദൂരം നടന്നൊക്കെ ക്ഷീണിച്ചു വന്നതല്ലേ, അപ്പൊ കാലൊക്കെ തിരുമ്പി തരാം. അതൊന്നും വേണ്ട. അതൊക്കെ വേണം. വാ, അടുക്കളയിൽ പണിയുണ്ടല്ലോ. വാ ഇങ്ങോട്ട്. കണ്ട അപ്പൂപ്പ ഫുൾ ടൈം അടുക്കളയിൽ വിളിച്ചോണ്ടിരിക്കുന്നേ. നീലേ എന്നാ ശരിയല്ലേ കേട്ടോ. അപ്പൂപ്പ വാ അപ്പൂപ്പ. നീ പോ. വരാം. ഞാൻ ശ്രീരാജ് പൈസ ചോദിക്കുന്ന പകരം ഞാൻ മാമന്റെ ചോദിക്കുന്ന നീ സമ്മതിക്കോടി? അങ്ങനെ സംശയമുണ്ട്. അതാണ് നൈസാക്കി മക്കളെ ഞാൻ കയറി. അച്ഛാ, അപ്പൂപ്പന് അങ്ങേരും പറയലട്ടാ. ഞാൻ പണ്ടേ അങ്ങനെ തന്നെ വിളിക്കണം, അങ്ങനെ ഇങ്ങനെ തന്നെ വിളിക്കുന്നത്. പക്ഷെ അത് ബഹുമാന കുറവുണ്ടല്ല. പക്ഷെ ഇന്ന് ആ ബഹുമാനം പോവും. ലച്ചുവിന് ഞാൻ വെച്ചിട്ടുണ്ട്, അവള് വരട്ടെ. മാറാ, എത്ര നേരം ഒളിച്ചൊളിക്കൊന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് കയറി കളറെ ഉറങ്ങി കൊന്നു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അച്ഛാ, ഉറക്കി കിടന്ന് അപ്പൊ വേണീറ്റാ അവിടെ എണീറ്റ് ഇരിക്കണ്ട്. അമ്മ എവിടെ? മാകത്ത് കിടക്കാൻ കാണും. അച്ഛൻ എന്ത് പണിയാ അച്ഛാ കാണിച്ചേ? അപ്പൂപ്പൻ പറഞ്ഞ കാര്യം ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞ അച്ഛനെന്താ അമ്മയുടെ അടുത്ത് പറഞ്ഞേ? അറിയാതെ പറഞ്ഞു മക്കളെ, ക്ഷമിക്ക്. ഇപ്പൊ പണി മൊത്തം എനിക്ക്. മക്കൾ അപ്പൂവിനടുത്ത് നിന്നാ മതി, അവിടെ പോയിട്ട് പുറത്തോട്ട് പോണ്ട. വേറെ എനിക്ക് വഴിയില്ലല്ലോ. അമ്മ ഒരു കൊട്ടേഷൻ ഇട്ടല്ലേ, അത് അമ്മ കറക്റ്റ് ആയിട്ട് തരും. മൊത്തത്തിൽ ഞാനത് ശരിയാക്കണം മക്കളെ. കുഞ്ഞു വന്നില്ലേ പാല? ക്യാഷ് വിളിച്ചോണ്ട് വന്നു മാമ. മാമ വന്നിട്ട് നേരത്തെ വിളിച്ചോണ്ട് വന്നു. മാമ ഇരിക്കണ ഒരു കാര്യം പറയട്ടെ. ഇരിക്കാനോ? ഇരിക്കണം മാമ പറയട്ടെ. എന്താ ശബ്ദോടാ ശരി കൊള്ളാം. അപ്പൂപ്പോ ഇന്ന് എവള് കാണിച്ച നമ്പർ എന്താണെന്നറിയോ അപ്പൂപ്പിന്? എവള് സ്കൂളിൽ നിന്ന് ടീച്ചറെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് എന്നിട്ട് പറയാണ്, ഇവിടെ എനിക്ക് പോണം, അപ്പൂപ്പൻ വീട്ടിൽ വന്നിട്ടുണ്ട്, എനിക്ക് അപ്പൂപ്പനെ കാണണമെന്ന് പറഞ്ഞ ഒരേ കരച്ചില്. ടീച്ചറെ പേടിച്ചു പോയി. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പോയി വിളിച്ചിട്ട് വന്നത്. അച്ഛന് വിശക്കുന്നില്ലേ? ബാ കഴിക്കാം. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്കും വിശക്കുന്നുണ്ട്. അത് പിന്നെ പുതിയ കാര്യമല്ലല്ലോ. ലച്ചുവിന് വിശക്കണില്ലേ? വിശക്കുമ്പോ പറയണേ, ഞാൻ വയറ് നിറച്ച് തരണുണ്ട്. മാമ ഇരിക്കണം മാമ. ഇത്ര നേരം കിടക്കല്ലായിരുന്നോടാ, ഇനിയിപ്പോ എന്തിനാ ഇരിക്കുന്നത്?
മാമാ ശ്രീരാജന്റെ ചെന്നൈയിലെ ബിസിനസ് എങ്ങനെയുണ്ട്? അത്ര പോരാ എന്നാര് പറഞ്ഞു? ശ്രീരാജേട്ടൻ പറഞ്ഞു. ഉറപ്പാണാ? അവര് പറഞ്ഞ പിന്നെ ഉറപ്പിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ചെന്നൈയിലൊന്ന് പോണം അല്ലേ അമ്മ? ആ പോണം, എല്ലാവർക്കും പോണം. അച്ഛനെ അമ്മനെ ഒക്കെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നേറ്റെങ്കിലുള്ള എല്ലാരും കൊണ്ടുപോകണം. ചെന്നൈ ഇപ്പൊ പോയാൽ ചെന്നൈ ഒന്നുമില്ല. ചെന്നൈ എന്തോന്ന്, ബോംബെ ആണോ? മുംബൈ മുംബൈ. ഓ മുംബൈ. അപ്പൊ മൊത്തത്തിലൊരു ഫാമിലി ടൂർ. ടൂറൊക്കെ പിന്നെ ഇവിടെ കാര്യകാര്യമുള്ള കാര്യം പറയാനാണ് ഇവിടെ. ആ ഇവൻ വലിയ തിരക്കല്ലേ, ഇവന് പഴയ പോലെ കറങ്ങടക്കാൻ പറ്റത്തില്ലല്ലോ. അത് വലിയൊരു പ്രശ്നമാണ്. അച്ഛന് വരെ സമയമില്ലെങ്കിൽ അച്ഛൻ വരണ്ട അച്ഛാ. ലച്ചുവേ, എന്താ അച്ഛാ, നമുക്ക് സമയമുള്ള പോലെ എല്ലാവർക്കും കൂടെ പോവാം. പിന്നെ ചെന്നൈയിൽ പോകുമ്പോ ശ്രീരാജ് മാമന്റെ വീട്ടിലൊക്കെ കയറാലോ. കുറെ നാളായാലും അവരെയൊക്കെ കണ്ടിട്ട്. വല്യമ്മാവൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിലൊരു കാര്യമില്ല. നമുക്ക് ചോറ് കഴിച്ചാലോ അപ്പൂപ്പ? അച്ഛന് വലിയ വിശപ്പൊന്നുമില്ല. ആരും വിശക്കില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. വാ എല്ലാരും വാ കഴിക്കാം. എന്നാ ആദ്യം ബാലന് ചോറ് കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. എന്നാല് ഞങ്ങൾ കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതി. മാമ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. മാമ ഇരിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. മാമ ഇരിക്കണം. അപ്പൂപ്പ, എന്താച്ചാ? അപ്പൂപ്പ എന്തോ ഇരിക്ക്. ഇത്തിരി വെള്ളം എടുക്കടാ. വെള്ളോ? അപ്പൂപ്പ എന്താ പറ്റിയേ? എന്തോ ഒരു വല്ലാഴി പോലെ. ഇതിപ്പോ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തോണ്ടാണോ? ആ ചിലപ്പോ ആയിരിക്കും. ആ വെള്ളം എടുക്കാൻ പോയതിനെ കാണുന്നില്ല. അച്ഛാ അവസാനം മാമ എന്റെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിച്ച്. എന്താടാ വെള്ളം കുടിക്കണം മാമ, ദാഹിക്കല്ലേ? നീ എന്താ പറഞ്ഞേ? ദാഹിച്ചപ്പം മാമ എന്റെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം വാങ്ങിച്ച് കുടിച്ചല്ലെന്ന്. ഇന്നത്തെ കാര്യം പറഞ്ഞേന്. കുടിക്കണം. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ആവശ്യമായിരിക്കും. ഞാൻ എന്താ പറയാം, എനിക്കിനി പറയാനില്ല. ഞാൻ പിന്നെ പറയാം. മാമ വെള്ളം കുടിക്കണം. നീ തന്നെ കുടിച്ചു. മോളെ ചോറെടുക്ക്. അച്ഛനെ തളർച്ചയൊക്കെ മാറിയോ? എനിക്കൊരു കുഴപ്പമില്ല മോളെ. അവൻ ചോദിക്കാതിരിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ ഇടല്ലേ. അവന് മാത്രമേ നമ്പർ ഇടാൻ പറ്റത്തുള്ളൂ.